ഹായ്, ഇന്ന് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ടൊരു ജാം ഉണ്ടാക്കിയാലോ. ഇന്ന് സൺഡേ ആയിട്ട് നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടയിൽ കണ്ടപ്പോൾ പിള്ളേരാണ് പറഞ്ഞത് ഡ്രാഗൺ ഫ്രൂട്ട് മേടിക്കാമെന്ന്. അപ്പോൾ ഞങ്ങളൊരു പ്രാവശ്യം മേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ വെറുതെ കഴിച്ചപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കടക്കാർ പറഞ്ഞത് ഇത് ചുവപ്പ കളറായിരിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞങ്ങളൊന്ന് മേടിച്ച് നോക്കി. അത് വീട്ടിൽ വന്ന് പൊളിച്ച് നോക്കിയപ്പോൾ എന്തൊരു കളറായോ, എനിക്ക് നല്ല ഇഷ്ടമായ ഒരു എന്താ കളറ് പറയുക, നല്ല രസമുള്ള കളറ്. അപ്പോൾ ഞാൻ കുറേ വീഡിയോ ഒക്കെ നോക്കിയിട്ടാണ് പൊളിച്ചത്, അത് പൂ പോലെയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ഇത് പൊളിക്കണത്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് നല്ലപോലെ വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെൻ്റെ ചേച്ചിയായിരുന്നു ചോദിച്ചത്, ഇത് ഞാൻ തന്നെയാണ് ചെയ്തത്. അപ്പോൾ പൂ പോലെ പൊളിക്കാൻ നോക്കിയിട്ട് അത്ര അങ്ങോട്ട് ശരിയായില്ല. പക്ഷെ ആ കളറ് കാണുമ്പോൾ ശരിക്കറിയാം, നോക്കി നോക്കി കൈ കണ്ടു കഴിഞ്ഞാൽ അറിയാം നല്ലപോലെ കൈമ കളറായിട്ടുണ്ട്. ആദ്യം ഈ കളറ് കേട്ടപ്പോൾ നമ്മൾ ഷേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്, പിന്നെ നോക്കിയപ്പോൾ കളറ് ഇത്തിരി കൂടി കളറ് കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചോപ്പ് വരില്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ജാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഈ ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഒരു ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ആ ഡ്രാഗൺ ഫ്രൂട്ട് മാത്രം ഇട്ടിട്ടൊന്ന് അടിച്ചെടുത്തു. അടിച്ചെടുത്തപ്പോൾ എൻ്റെ മീത്തും ആകെ, ഞാൻ ക്യാമറ കയ്യിൽ വെച്ചിട്ടാണ് അടിച്ചെടുത്തത്, അപ്പോൾ ആകെ തെറിച്ചു പോയി. ഭാഗ്യത്തിന് അമ്മയുടെ നിന്ന് അടി കിട്ടിയില്ല, അത്രയും നല്ലപോലെ തെറിച്ച് പോയി, കുറേ പോയി. എന്നിട്ട് നമ്മളൊരു പാത്രം എടുത്ത് കഴിഞ്ഞിട്ട് ആ പാത്രത്തിലേക്ക് ഈ പ്യൂരി ഒഴിച്ച് കഴിഞ്ഞിട്ട് കട്ടയുണ്ടായിരുന്നു, ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ചു, എന്നിട്ടൊന്ന് നല്ലപോലെ ഇളക്കി കൊടുത്തു. നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരുന്നു. പക്ഷെ എനിക്ക് ആ കളറ് കാണുമ്പോൾ എന്തൊരു ഇഷ്ടമാണെന്നറിയോ, നല്ല കളറ്. അത് കഴിഞ്ഞിട്ട് പഞ്ചസാര ഇട്ടിട്ട് നല്ലപോലെ ഇതുപോലെ തന്നെ ഇളക്കിക്കൊണ്ടിരുന്നു. നല്ലപോലെ കുറുക്കി വരണം കേട്ടോ, നല്ല കുറുക്കായിട്ട് വരണം. അപ്പോൾ ആ കളറ് മാറണണ്ട, നല്ലപോലെ കുറുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കളർ ചേഞ്ച് ആവണ വരെ നല്ല കുറുക്കായിട്ട് വരണം. അങ്ങനെ കുറുക്കി ഇളക്കിക്കൊണ്ടേയിരുന്നു. ഇതും ഞാൻ ചേച്ചി തന്നെ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ബബിൾസൊക്കെ വരണതൊക്കെ ഞാൻ അങ്ങനെ കുറേ വീഡിയോസ് എടുത്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമുണ്ട് കാണാൻ ആ കളറും ഇതൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ചെറുനാരങ്ങ വേണം. ഇത് അത്ര ഒരുപാട് കട്ടയാവാണ്ടിരിക്കാൻ ചെറുനാരങ്ങ നമ്മൾ പിഴിഞ്ഞൊഴിച്ചു. എന്നിട്ട് പിഴിഞ്ഞൊഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ കുരുവൊന്നും ഇല്ലാണ്ട് അതിലേക്ക് ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ നല്ല പോലെ ഇളക്കിയെടുത്ത് കഴിഞ്ഞ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇത്തിരി പഞ്ചസാരയുടെ കുറവുണ്ടായിരുന്നു. ഒരുവിധം പരുവായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് ഇത്തിരി മധുരത്തിൻ്റെ കുറവ്, ഇവിടെ പിള്ളേർക്കൊക്കെ നല്ലപോലെ മധുരം കഴിക്കണവരാണ്. അപ്പോൾ ഞാൻ പിന്നെയും മധുരം ഇട്ടു. മധുരം ഇട്ട് കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ ഇളക്കിയ മധുരം അടിയിൽ കട്ട പിടിക്കാണ്ടൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ കൈ എടുക്കാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നു. കുറേ ഇളക്കിക്കൊണ്ടിരുന്നു കേട്ടോ. അത് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി കട്ടിയുള്ള പാത്രം അല്ലെങ്കിൽ അടി പിടിക്കാനൊക്കെ, അപ്പോൾ വേറൊരു ടേസ്റ്റ് വരും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് ചൂടാറിയപ്പോഴാണ് ഇങ്ങനെ വന്നത്. നല്ല രസമുണ്ട്. ഇനിയും ചൂടാറും തോറും ഒന്നുകൂടി കട്ടയാവും. അപ്പോൾ നല്ല ഇഷ്ടമായി. ഞങ്ങൾ എന്നിട്ട് ബ്രെഡിൽ തേച്ചിട്ടാണ് കഴിച്ചത്. അപ്പോൾ വീട്ടിൽ ചപ്പാത്തി ഒരുക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ ചപ്പാത്തിയും കഴിച്ചു.